അങ്ങനെ ഇതാ കല്യാണ വീട് എത്തിയിട്ടുണ്ട്. ഉച്ച സമയത്ത് സദ്യ കഴിക്കാൻ വരുന്നതാണല്ലോ ഇതൊരു രീതി. ഇതാണ് ഡോൺ ചേട്ടൻ ഇവിടുത്തെ മെയിൻ. ആശയുടെ ഹെയർ സ്റ്റൈൽ വെട്ടിയിട്ട് എന്തിനാണോ ഈ വാലെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മാങ്ങച്ചാറും പുളിശ്ശേരിയും മീൻകറി ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് ഞാനിങ്ങനെ ക്ഷീണാലുപയായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇനി വേണം വീട്ടിൽ പോയി സെറ്റായിട്ട് വരാൻ. അതിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ഞാൻ മുമ്പ് കോൺവെക്കേഷൻ ഇട്ടത് തന്നെയാണ് ഇടുന്നത്. ഇനി എന്തെങ്കിലും അമ്മയും ഞാനും സെയിം കളറാണ്. പക്ഷെ അമ്മ ഭയങ്കര സിമ്പിളാണ്, ഞാൻ കുറച്ച് ഹെവിയാണ്. അമ്മ എൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടും. അമ്മയ്ക്ക് അമ്മ ഒരുങ്ങിന്ന് പറയുന്നത് ഇഷ്ടമല്ല. അമ്മ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി ശല്യപ്പെടുത്തി കൊടുക്കാം. ഫോട്ടോ എടുത്തിട്ട് വരാൻ ടാറ്റാ. ആദ്യം ഞാൻ ചെയ്യുന്നത് അറിയാലോ, ക്രീം, ഒലേ ക്രീം, സൺസ്ക്രീനും. വൈകുന്നേരം ആയതുകൊണ്ട് എന്നാലും സൺസ്ക്രീൻ കഴിക്കാം. ഒലേ ക്രീമും സൺസ്ക്രീനും ഇട്ടിട്ട് വരാം. നെക്സ്റ്റ് മസ്കാര, ഐലൈനർ, ലിപ്സ്റ്റിക്, പിന്നെ പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുത്ത ബ്ലഷും കൂടെ കുറച്ച് ട്രൈ ചെയ്യാം. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഞാൻ റെഡിയായി ഗൈസ്. അമ്മയാണ് ഈ കമ്മല് മാല ഇട്ട് തന്നത്. ഇത് ഇതിനോട് ചേർച്ചയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ശാർക്കരയിലെ ഒരു പ്രശ്നമാണ്, നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഗേറ്റ് അടപ്പാണ്. ഭാഗ്യത്തിന് ഗേറ്റ് തുറന്നു. അപ്പം ഞങ്ങൾ പോവാണ്. എവിടെ ചെന്നാലും എവിടെ പോയാലും ഞങ്ങൾ ലേറ്റാണ്. ഇവിടെ അങ്ങനെ തന്നെ. സാരി കൊടുക്കാൻ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ എല്ലായിടത്തും എന്തോ ഭാഗ്യമുണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ ആ സംഭവം നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടല്ല ഞങ്ങൾ എത്തുന്നത്. കറക്റ്റ് പഞ്ചുവൽ എന്നൊക്കെ പറയില്ലേ, കറക്റ്റ് ആ ബ്രിമ്മിൽ ചെന്നെത്തും. ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. എല്ലാം കഴിഞ്ഞപ്പോൾ 2 പേര് വരുന്നുണ്ട്. അയ്യപ്പൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഇതുവരെ സാരി കൊടുപ്പെന്ന് പറയുന്നൊരു ചടങ്ങ് കാണാൻ യോഗമില്ല. ചിപ്പിയുടേനും ഇല്ലായിരുന്നു. അന്നേരം അവൻ എന്തെങ്കിലും പണിയായിട്ട് പുറത്ത് പോയിരിക്കുകയായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് അവ എത്താറുള്ളൂ. അത് അച്ചട്ടാണ്. ഇതാരാ ഒരുക്കി തന്നത്? ജാനിക്കുട്ടി കുഞ്ഞിലേ തൊട്ടേ ന്യൂസിലാൻഡിലാണ് കേട്ടോ. അപ്പോൾ സംസാരം എല്ലാം കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. വെളിയിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഫാൻ്റെ അടിയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അകത്ത് വന്നിരുന്നു. അപ്പോൾ ആശയായിട്ട് എനിക്കൊരു ബജി എടുത്തോണ്ട് വന്നു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ചിപ്പി ഉണ്ണിമായി ആരുമില്ല. അതുകൊണ്ട് ഞാൻ കട്ട പോസ്റ്റാണ്. ഇവന്മാരുടെ ഇടയിൽ വന്ന് നിന്നിട്ട് ഞാൻ പോസ്റ്റാണ്. കാരണം നമ്മുടെ ടീം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു രസമൊക്കെ കാണുള്ളൂ. ഞാനിങ്ങനെ വെറുതെ ഫോൺ നോക്കിയിരുന്നപ്പോഴാണ് നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല പച്ചിച്ചിരിക്കുന്നു. നോക്ക്. ചൂടൊരു രക്ഷയില്ല ഗൈസ്. ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരെയാണ്. സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. ഇതിനിടയ്ക്ക് ഞാൻ ആശേനൊരു ഷർട്ട് എടുക്കാൻ പോയി, നാളെ ഇടാനുള്ളത്. അതായത് നാളെ കല്യാണത്തിന് ഇടാനുള്ള ഷർട്ട് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ ബ്ലാക്ക് സാരിയാണ്. അപ്പോൾ ആശേൻ്റെ ബ്ലാക്കാണ് ഞാൻ നോക്കിയത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു ബ്രൗൺ ഷർട്ട് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു, നല്ല കളർ. അങ്ങനെ അതങ്ങ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 കടയിൽ കയറി തപ്പിയായിരുന്നു. കുർത്തയാണ് ഞാൻ നോക്കിയത്, ഷോർട്ട് കുർത്ത. അത് കിട്ടാത്തൊരു ബ്ലാക്ക് ഷർട്ടിൽ ഉറപ്പിച്ചാൽ വന്നേ. പക്ഷേ ബ്രൗൺ ഷർട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതപ്പം തന്നെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല കട കേട്ടോ, നല്ല കളക്ഷൻ ഉണ്ട്. ആറ്റിങ്ങൽ ആണ്. ഞങ്ങൾ വിചാരിച്ചില്ല ഈ കടയിൽ ഇത്രയും കളക്ഷൻ കാണും. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ദാ ചിപ്പി വന്നു. ചിപ്പിയുടെ കൂടെ വൈഷ്ണവിയും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് 10 മണിയായപ്പോൾ വീണ്ടും ആറ്റിങ്ങിലേക്ക് വരേണ്ടി വന്നു. ബ്ലൗസ് തച്ചത് വാങ്ങിക്കാൻ. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ഈശ്വര ശരിയായി കാണോ. ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു. ബ്ലൗസ് കിട്ടിയപ്പോഴാണ് സമാധാനമായത്. അടിപൊളി, എനിക്കിഷ്ടമായി. സ്റ്റിച്ച് ചെയ്തതൊക്കെ ഞാൻ ഇട്ട് നോക്കി, എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കല്യാണ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചി ഉറങ്ങാനും പോയി. നേരത്തെ എണീക്കണം. അപ്പോൾ ടാറ്റാ.